നമസ്കാരം. ഇന്ന് ദുഃഖവെള്ളിയാണ്. രാജ്യദ്രോഹത്തിന്റെ പേരിൽ ക്രിസ്തുവിനെതിരെ ചുമത്തപ്പെട്ടത് വ്യാജ കേസുകളായിരുന്നു. കള്ളസാക്ഷികൾ പാഴായി. പക്ഷേ മതഭരണകൂടം അവനെ ഉന്മൂലനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. രാജ്യദ്രോഹവും ദൈവദൂഷണവുമാണ് കുറ്റം. തങ്ങളുടെ ജനവിരുദ്ധതയെ വിമർശിക്കുകയും വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് വിളിക്കുകയും ചെയ്തവനെ എങ്ങനെയും കുടുക്കണം. അതിനവർ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അക്രമാസക്തരും രക്തദാഹികളുമായ ആൾക്കൂട്ടത്തെ തയ്യാറാക്കി. രണ്ട്, കൊല്ലാൻ നിശ്ചയിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ നിന്ന് തന്നെ ഒരാളെ ഒറ്റുകാരനാക്കി. ക്രിസ്തുവിൻ്റെ ശിഷ്യരെന്ന മേൽവിലാസം കളയാതെ തന്നെ അവനോടൊപ്പം അത്താഴത്തിനിരിക്കുകയും അതേസമയം തന്നെ ഭരണകൂടവുമായി സന്ധിയുണ്ടാക്കി അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ വെള്ളിക്കാശുകൾ കൈക്കലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു ദുഃഖവെള്ളി. ഇന്നും അധികാരത്തിൽ ഒറ്റുകാരുണ്ട്, കുരിശിലേറ്റപ്പെടുന്നവരും ഉണ്ട്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ അന്തേവാസി മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സ്ഥാപനത്തിലെ കെയർ ടേക്കറായ തിരുവനന്തപുരം വെട്ടുതറ പുതുവേൽ പുത്തൻ വീട്ടിൽ 24 വയസ്സുള്ള മഹേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി കോട്ടാറ്റ് ജംഗ്ഷന് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോട്ടാറ്റ് സ്വദേശി പതിയാപ്പറമ്പിൽ 71 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. കൊയ്യയിൽ നിന്നും അന്നമനട വരെ സൈക്കിൾ ചവിട്ടി ചാണ്ടി ഉമ്മൻ റോഡ് ഷോ. കൊടുങ്ങല്ലൂർ MLA ആയി വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ അന്തേവാസി മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സ്ഥാപനത്തിലെ കെയർ ടേക്കറായ തിരുവനന്തപുരം വെട്ടുതറ പുതുവേൽ പുത്തൻ വീട്ടിൽ 24 വയസ്സുള്ള മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര സ്വദേശി ചള്ളിപ്പറമ്പിൽ വീട്ടിൽ 35 വയസ്സുള്ള ശ്രീനാഥാണ് കൊല്ലപ്പെട്ടത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ജനുവരി 10 മുതൽ താമസിച്ചു വരികയായിരുന്ന ശ്രീനാഥിനെ ഏപ്രിൽ 1 രാവിലെയാണ് മുറിയിൽ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് HOD ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണത്തിലെ ദുരൂഹത പുറത്തുവന്നത്. സ്പെഷ്യൽ സ്കൂളിലെ കെയർ ടേക്കറായ പ്രതി മരണപ്പെട്ട ആളെ വടികൊണ്ടും കൈകൊണ്ടും തള്ളിയതിനെ തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് സംഭവിച്ച ക്ഷതമാണ് മരണകാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന സൂചനയെ തുടർന്ന് കേസിൽ കൊലപാതക കുറ്റം ചുമത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സ്ഥാപനത്തിലെ കെയർ ടേക്കറായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ചാലക്കുടി കോട്ടാറ്റ് ജംഗ്ഷന് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോട്ടാറ്റ് സ്വദേശി പതിയാപ്പറമ്പിൽ 71 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 അപകടം. തിരുത്തിപ്പറമ്പിൽ പോയി മടങ്ങി വരുമ്പോൾ കോട്ടാറ്റിലെത്തി ചാലക്കുടി മാള റോഡിലേക്ക് കയറുമ്പോൾ ആന്റണി സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. FCI ഗോഡൺ റിട്ടയർഡ് ജോലിക്കാരനാണ് ആന്റണി. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4 കോട്ടാറ്റ് സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പിക്കപ്പ് വാൻ, കണ്ടെയ്നർ ലോറി, ചരക്ക് ലോറി എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാൻ U-ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറി പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ എതിർദിശയിൽ പോയിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചു. അപകടത്തിൽ ചരക്ക് ലോറി ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ കുറച്ചുനേരം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. നിയമസഭയിൽ തന്റെ കൂടെ കൊടുങ്ങല്ലൂർ MLA ആയി OJ ജനീഷ് ഉണ്ടാകുമെന്നും കൊടുങ്ങല്ലൂരിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ജനീഷിന് സാധിക്കുമെന്നും ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എത്തിയതായിരുന്നു അദ്ദേഹം. ഈ നാടിനെ വിമോചനത്തിലേക്ക് എത്തിക്കുവാനുള്ള ധർമ്മയുദ്ധം, ആ ധർമ്മയുദ്ധത്തിൽ ഇവിടെ മുന്നണി പോരാളിയായി OJ ജനീഷ് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മത്സരിക്കുന്നു. ഇവിടുത്തെ MLA ആകുവാൻ, ഈ നാടിനെ പ്രതികരിക്കുവാൻ ഇവിടെ മഹത്തായ ഒരു പാരമ്പര്യം ഞാൻ സൂചിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ പൈതൃകം, മുസ്ലിം അടക്കമുള്ള പൈതൃകം, ആ പൈതൃകത്തെ വീണ്ടെടുക്കുവാൻ മോദിക്ക് സാധിക്കും. പക്ഷേ ചെറുപ്പക്കാരനെ സാധിക്കത്തുള്ളൂ.
തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ശ്രീമതി ജനീഷിനെ പിന്തുണയ്ക്കണം. പൊയ്യയിൽ നിന്നും മാള വലിയ പറമ്പ് വഴി അന്നമ്മനാട് വരെ സൈക്കിൾ ചവിട്ടി ചാണ്ടിയുമ്മൻ റോഡ് ഷോ നടത്തി. സ്ഥാനാർത്ഥി ഒ ജെ ജനീഷും സൈക്കിൾ യാത്രയിൽ പങ്കുചേർന്നു. ബൈക്കിലും കാറിലുമായി 100 കണക്കിന് ആളുകൾ റാലിയെ അനുഗമിച്ചു. നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചരണത്തിലാണ് ചാലക്കുടിയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫും LDFിനു വേണ്ടി നിയമസഭയിലേക്ക് കന്നി അംഗം കുറിച്ച ബിജു എസ് ചിറയത്തും NDA 2020 വേണ്ടി അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരിക്കുമ്പോൾ ചാലക്കുടി ആർക്കെന്ന ചോദ്യത്തിന് ഉത്തരം വൈകും. മീഡിയ ടൈം പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പാടനിലം 2026 ഇന്ന് ചാലക്കുടി. നമസ്കാരം. ആരോടും പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ മമതയൊന്നുമില്ലാത്ത പക്ഷേ എല്ലാവരുടേതുമായ ഒരു രാഷ്ട്രീയ മണ്ഡലമാണ് ചാലക്കുടി. ചാലക്കുടി ഇത്തവണ എന്താണ് മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അതാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. നോക്കാം ചാലക്കുടിയുടെ രാഷ്ട്രീയ മനസ്സുകളിലേക്ക്, ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളിലേക്ക്. സ്വാഗതം. പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാഴ്ചവെക്കാറുള്ള ചാലക്കുടിയിൽ ഇക്കുറിയും പോരാട്ടം കനക്കും. 2021 കോൺഗ്രസിനെ വിജയിപ്പിച്ച സിറ്റിംഗ് MLA സനീഷ് കുമാർ ജോസഫും LDFിനു വേണ്ടി നിയമസഭയിലേക്ക് കന്നിയംഗം കുറിച്ച ബിജു എസ് ചിറയത്തും NDA 2020 വേണ്ടി അഡ്വക്കേറ്റ് ചാർലി പോളും മത്സരിക്കുമ്പോൾ ചാലക്കുടി ആർക്കെന്ന ചോദ്യത്തിന് ഉത്തരം വൈകും. പൊതുവെ ചാലക്കുടിയിൽ ഒരു മുന്നണിക്കും മേധാവിത്വമില്ല. മികച്ച പോളിംഗ് രേഖപ്പെടുത്താറുള്ള ചാലക്കുടി മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.26% പോളിംഗ്. 2011 2016 CPMലെ BD ദേവസിയാണ് വിജയിച്ചത്. 2021 കടുത്ത മത്സരത്തിൽ കോൺഗ്രസിലെ സനീഷ് കുമാർ ജോസഫ് മണ്ഡലം UDFിനു വേണ്ടി തിരിച്ചുപിടിച്ചു. ഇത്തവണയും മറിച്ചൊരു വിധിയുണ്ടാകില്ലെന്ന് സനീഷ് കുമാർ ജോസഫ് മീഡിയ ടൈമിനോട് പറയുന്നു. ചാലക്കുടിയിലെ സിറ്റിംഗ് MLA നിലവിൽ ചാലക്കുടിയിൽ വീണ്ടും മത്സരിക്കുന്ന ശ്രീ സനീഷ് കുമാർ ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. വീണ്ടും കഴിഞ്ഞ തവണ ഞെട്ടിച്ചു കളഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ തന്നെ UDFിന് ലഭിച്ച ഏക സീറ്റ് അത് ചാലക്കുടിയാണ്. നേരിയ ഭൂരിപക്ഷം. ഇത്തവണ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? നേരിയ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. 3 തവണ ഇടതുപക്ഷം ജയിച്ച 26,000 വോട്ടിന് ലീഡ് ചെയ്തിരുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം ഇടതുപക്ഷ തരംഗത്തിൽ നമുക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാലക്കുടിയിലെ UDF പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. ഈ വർഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിലുടനീളം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ വലിയ ഭൂരിപക്ഷമാണ് ചാലക്കുടിയിലും ഈ ജില്ലയിലൊക്കെ നമുക്ക് നേടിയിട്ടുള്ളത്. ഈ വർഷം ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ദുർഭരണം കേരളത്തിലെ ജനങ്ങളെ അത്രയധികം തീരാദുരിതത്തിലാക്കിയിരിക്കുന്നു. ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ, നഷ്ടപ്പെട്ട കേരളത്തിൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കേരള ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ ഈ പര്യടന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോൾ നട്ടുച്ച വെയിലത്ത് പോലും 100 കണക്കിന് വീട്ടമ്മമാരും സഹോദരങ്ങളൊക്കെയാണ് സ്വീകരിക്കാനായിട്ട് വന്നത്. അവർ നൽകിയ വലിയൊരു സ്നേഹം തൊഴിലാളികളുടെ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ, നമ്മുടെ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾ, അവരൊക്കെ ഈ ഗവൺമെൻറ് കൊണ്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ ഐക്യജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു ഈ വെയിലത്താണ് ഇത്രയധികം ആളുകൾ ഇവിടെ കാത്തു നിന്ന് സ്വീകരിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയിൽ സനീഷ് കുമാർ ജോസഫ് MLA നല്ല പ്രകടനം തന്നെയായിരുന്നു. പല സമയത്ത് അച്ചടക്ക നടപടിക്ക് വരെ വിധേയനായിട്ടുണ്ട്. പക്ഷേ ചാലക്കുടിക്ക് വേണ്ടി എന്തൊക്കെ വികസന നേട്ടങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്? ചാലക്കുടിക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ 1687 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചാലക്കുടിയിൽ ഒരു 10 വർഷക്കാലം മുടങ്ങിക്കിടന്നാണ് ചാലക്കുടി അടിപ്പാത. എത്രയോ ജനപ്രതിനിധികളുണ്ടായിരുന്നു, ഒരു ദുരിതബാധയായിട്ട് നിൽക്കാറും. 1.5 വർഷത്തിനുള്ളിൽ നമ്മളത് പൂർത്തീകരിച്ചു. അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിന് ചികിത്സ നടത്തിയപ്പോൾ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഇപ്പം മലയോര ഹൈവേ 2013 കേരളത്തിൽ മലയോര ഹൈവേ എന്ന പദ്ധതി കൊണ്ടുവന്നത് മലയോര മേഖലയുടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ചാലക്കുടിയിൽ തൃശ്ശൂർ ജില്ലയിൽ 3 നിയോജകങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിലും കഴിഞ്ഞില്ല. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കേരളത്തിലെ 2ാമനാണ്, ഏറ്റവും ശക്തനാണ്. ഭരണകക്ഷി MLA ആയിട്ടുള്ള പുതുക്കാട് കൂടെയാണ് കടന്നു വരുന്നത്. പക്ഷേ അഭിമാനത്തോടു കൂടി പറയുന്നു, ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ച് ഇപ്പോൾ അത് പൂർത്തീകരിക്കാനായിട്ട് പോകുന്നത്. 125 കോടി രൂപയാണ് മലയോര ഹൈവേ ഈ മലയോര മേഖലയിലെ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണം.
ചാലക്കുടിയിലെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഫിഫ നിലവാരത്തിലാണ് പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ജലജീവൻ മിഷൻ കേരളത്തിലെ എല്ലാ നിയോജകങ്ങളും നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അഭിമാനത്തോടു കൂടി പറഞ്ഞാൽ ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജലജീവൻ മിഷൻ്റെ പദ്ധതി പ്രവർത്തനം പൂർത്തീകരിച്ച മണ്ഡലം അത് ചാലക്കുടിയാണ്. 6 പഞ്ചായത്തിൽ അതിൻ്റെ 99%, ഇപ്പോൾ 3 പഞ്ചായത്ത് പൂർത്തീകരിച്ചു. പരിയാരവും കോടശ്ശേരിയും അതിരപ്പള്ളിയും അത് 99.9% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ മറ്റ് ഭരണകക്ഷി MLA മാർ, ഇപ്പോൾ ഇരിഞ്ഞാലക്കുട മന്ത്രിയുള്ള മണ്ഡലമാണ്, അവിടെ എന്തായി പ്ലാന്റ് പോലും പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഭരണകക്ഷി MLA ആയിട്ടുള്ള പുതുക്കാട് അതിൻ്റെ പ്ലാന്റ് പണിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചാലക്കുടിയിൽ കൊരട്ടിയിലെ അതിൻ്റെ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചു, അതിരപ്പള്ളി പൂർത്തീകരിച്ചു, ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു, പൈപ്പ് ലൈൻ വിതരണം പൂർത്തീകരിച്ചു. അതൊക്കെ എല്ലാവരും ജനപ്രതിനിധികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ വൈദ്യുതി എത്താതിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. മലക്കപ്പാറയിലെ വെട്ടുകാട് ഉന്നതി സ്വാതന്ത്ര്യത്തെ 75 വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതി ഇല്ലാതിരുന്ന സ്ഥലമാണ്. അവിടേക്ക് നമുക്ക് വൈദ്യുതി എത്തിക്കാനായിട്ട് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ BMBC നിലവാരത്തിൽ PWD റോഡുകൾ എത്തിയ നിയോജക മണ്ഡലം. ഇനി 500 മീറ്റർ കൂടി നിർമ്മാണം പൂർത്തീകരിച്ചാൽ BMBC നിലവാരത്തിൽ 100% ചാലക്കുടി മണ്ഡലം എത്തിച്ചേരുന്ന അവസ്ഥയാണ്. അപ്പോൾ വികസന രംഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് 75 ലക്ഷം രൂപയാണ് സന്മനസ്സുള്ള ആളുകളിൽ നിന്ന് സ്കോളർഷിപ്പ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് തൃശ്ശൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയിൽ RT-PCR ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഓക്സിജൻ പ്ലാന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നല്ല മനസ്സുള്ള ആളുകളിൽ നിന്നുമൊക്കെ സമാഹരിച്ചുകൊണ്ടും ഒരു ജനകീയ ഇടപെടലിലൂടെ നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ മണ്ഡലമാണ് ചാലക്കുടി. ഓക്കെ, ഈ സ്വന്തം പാർട്ടിയിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് എതിർപക്ഷത്ത് പോയി എതിർ സ്ഥാനാർത്ഥിയായി മാറി. അത് അങ്ങേക്ക് കിട്ടാവുന്ന വോട്ടിനെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അങ്ങനൊരു സാധ്യത കാണുന്നുണ്ടോ? ചാലക്കുടിയിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ ആ സ്ഥാനാർത്ഥിനെ കുറിച്ച് കമൻറ്റ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തിരിച്ചറിവുള്ളവരാണ് ചാലക്കുടിക്കാർ. ചാലക്കുടിക്കാരെന്നും ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിലപാടുകൾ എന്താണെന്നും അവർക്ക് മനസ്സിലാക്കാനും. ഇപ്പോൾ ഇന്നലെ വരെ പിണറായി വിജയനെയും, ഇന്നലെ വരെ ഇടതുപക്ഷത്തെയും, ഇന്നലെ വരെ CPM-ൻ്റെയും ഒക്കെ കുറ്റം പറഞ്ഞിരുന്ന ഒരാളെ ചുമന്ന് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് CPM എത്തി എന്ന് പറയുമ്പോൾ അതാണ് അവരുടെ ഗതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മറ്റ് കമൻറ്റുകൾക്കൊന്നും ഞാനില്ല. അത് തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ചാലക്കുടി എല്ലാ കാലത്തും ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾ നോക്കും. വീണ്ടും ഒരു വട്ടം കൂടി MLA ആകട്ടെ. എല്ലാ വിജയാശംസകളും. 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ഫലം നിശ്ചയിക്കപ്പെട്ട സംസ്ഥാനത്തെ മണ്ഡലങ്ങളിലൊന്നാണ് ചാലക്കുടി. UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് 61,888 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് M പ്രതിനിധിയുമായ ഡെന്നിസ് K. ആൻ്റണിക്ക് 60,831 വോട്ടുകൾ ലഭിച്ചു. വെറും 1057 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സനീഷ് കുമാർ വിജയിച്ചത്. ഇത്തവണ ഡെന്നിസ് സ്ഥാനാർത്ഥിയായില്ല. ആവശ്യം ഡെന്നിസ് മറച്ചുപിടിക്കാതെ വിളിച്ചു പറഞ്ഞത് ഇടതു കേന്ദ്രങ്ങളിൽ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെന്നിസ് K. ആൻ്റണിക്ക് ബദലായി LDF സ്ഥാനാർത്ഥിയായി എത്തിയത് കോൺഗ്രസ് ചാലക്കുടി മുനിസിപ്പൽ അംഗം ബിജു S. ചെറിയത്താണ്. വിജയപ്രതീക്ഷയിലാണ് ബിജു S. ചെറിയത്ത്. നമസ്കാരം. ചാലക്കുടി എപ്പോഴും അത്ഭുതങ്ങൾ, രാഷ്ട്രീയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. അത്തരത്തിലൊരു അത്ഭുതമാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്നലെ വരെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ശ്രീ ബിജു S. ചെറിയത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കൂടുമാറ്റം? ചാലക്കുടി നഗരസഭയിൽ 5ാമത്തെ തവണ വിജയിച്ച് കൗൺസിലറായ ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ UDF-ലുണ്ടായിരുന്ന കോൺഗ്രസ്സിലുണ്ടായിരുന്ന സമയത്തുള്ള മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, എൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ നമ്മൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നപ്പോൾ ഒരു പരമാവധി ഗാന്ധിയൻ സിസ്റ്റം ഫോളോ ചെയ്യാൻ, ഒരു ഗാന്ധിയനാവാൻ ശ്രമിക്കുന്ന, നമുക്ക് അങ്ങനെയൊന്നും ആവാൻ പറ്റുന്നൊന്നുമല്ല, ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ഗാന്ധിയൻ, നെഹ്റു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ, അംബേദ്കർ തുടങ്ങിയുള്ള നേതാക്കന്മാരുടെയൊക്കെ ആശയങ്ങളിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. എൻ്റെ ആ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ച് അവർ ചാലക്കുടിയിലെ അഡ്വക്കേറ്റ് PK ടൂപ്പ്, BD ദേവസി തുടങ്ങി വലിയ മഹാരഥന്മാർ പ്രതിനിധാനം ചെയ്ത
ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു അവസരം എനിക്ക് നൽകിയപ്പോൾ അതൊരു വലിയ അംഗീകാരമായി കണക്കാക്കിയാണ്. അങ്ങനത്തെ ഒരു വലിയ അംഗീകാരത്തിന് ഒരു നോ പറയാൻ അത്ര വലിപ്പം എനിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ്. പിന്നെ ചാലക്കുടി എൻ്റെ ഒരു വികാരമാണ്. ചാലക്കുടി സ്വപ്നം, ചാലക്കുടിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ അത് സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി 100% പ്രവർത്തിക്കാൻ കിട്ടിയൊരു വലിയ അവസരം, ചാലക്കുടിയിൽ ജനപ്രതിനിധി ആവാനും ചാലക്കുടിക്കാരുടെ സ്വപ്നങ്ങളും ചാലക്കുടിക്കാരുടെ വിഷമങ്ങളും ഒക്കെ അറിഞ്ഞു വന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് ഇനി ദൈവവും ജനങ്ങളും നമുക്ക് അനുവദിച്ചു തരണമെങ്കിൽ 100% അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു അവസരം തുറന്നു തന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ വരെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. ഇപ്പോൾ മറ്റു പഞ്ചായത്തുകളിലേക്ക് മാറി ജനങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ വികാരം എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലത്തെ മുൻ MLAയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളെ എങ്ങനെ പറഞ്ഞാണ് സമീപിച്ചത്? ഞാൻ ഈ വലിയൊരു വികാരത്തോടെ അവർ നമ്മളെ കാണുന്നത് ഒരു പ്രതിനിധിയായിട്ടാണ്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി ഒരു വലിയ വികസന സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. BD ദേവസ്യ MLA ഉണ്ടായിരുന്നു. ഒരു 15 വർഷക്കാലം മുടങ്ങിക്കിടന്നതെല്ലാം പുനർനിർമ്മിക്കുകയും പുതിയതായിട്ട് ഒത്തിരിയേറെ പദ്ധതികൾ കൊണ്ടുവരികയും അങ്ങനെ വലിയൊരു വികസനത്തിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം ആ വെളിച്ചം വളരെ മങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് വീണ്ടും ആ വികസന പാതയിലേക്ക് വരണം, അല്ലെങ്കിൽ കൂടുതൽ കേരളം മൊത്തത്തിൽ നടക്കുന്ന വികസനങ്ങൾ ചാലക്കുടിയിലേക്കും കൊണ്ടുവരണം എന്നുള്ള ഒരു ആവേശം തീർച്ചയായിട്ടും ജനങ്ങളിൽ ചെന്ന് കാണുമ്പോൾ അവരൊക്കെ നമ്മളെ അറിയുന്നവരാണ്. ഇപ്പോൾ ചാലക്കുടി നഗരസഭയിലായാലും പുറത്തായാലും മറ്റു രീതിയിലൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് വലിയ ആവേശമാണ് നമുക്ക് നൽകുന്നത്. ആ ആവേശം ശരിക്കും വലിയൊരു പ്രചോദനമാണ് എനിക്ക്. തീർച്ചയായിട്ടും ചാലക്കുടിക്കാരുടെ സ്നേഹം ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചാലക്കുടിക്ക് വേണ്ടി ബിജു എസ് ചെറിയത്തിൻ്റെ മനസ്സിലുള്ള പാർട്ടിയും മുന്നണിയൊക്കെ മാറ്റിയെടുത്തു, ചാലക്കുടിക്ക് വേണ്ടി വയ്ക്കാനുള്ള ഒരു എന്തെങ്കിലും വികസന പദ്ധതികളുണ്ടോ? തീർച്ചയായിട്ടും ചാലക്കുടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയ്ക്കുള്ള വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ട്രെയിനായാലും നാഷണൽ ഹൈവേ ആയാലും നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതുപോലെ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും ഒക്കെ തന്നെ വികസനത്തിന് വലിയ സാധ്യതയുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ടൂറിസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്കറിയാം ഒരു വലിയ ഡെസ്റ്റിനേഷനാണ് അതിരപ്പള്ളിയും അതുപോലെ തന്നെ വാഴച്ചാലും തുടങ്ങി നമ്മുടെ മലയോര പ്രദേശങ്ങൾ വലിയൊരു ഡെസ്റ്റിനേഷനാണ്. ആ ഡെസ്റ്റിനേഷനോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഇതേപോലത്തെ നഗരസഭയിലും പഞ്ചായത്തുകളിലും ഇതേപോലെ ടൂറിസം ഉണ്ട്. അപ്പോൾ ഒരു സമ്പൂർണ്ണ സർക്യൂട്ട് ഇവിടെ വരുന്ന ഒരാൾക്കാർക്ക് നമ്മളൊരു അതിരപ്പള്ളി ടൂറിസം പാക്കേജ് എന്ന് പറഞ്ഞ് നമ്മുടെ 8 ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തും അടങ്ങുന്ന ഒരു ടൂറിസം പാക്കേജ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യാനും ആളുകൾ ഇവിടെ വരാനും ഈ സൗന്ദര്യം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നൂതനമായി, ഇപ്പോൾ അതിരപ്പള്ളിയാണെങ്കിൽ പാർക്കിങ്ങും അതുപോലെ നൂതനമായ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങി എലിവേറ്റർ തുടങ്ങി ഒത്തിരിയേറെ ആശയങ്ങളുണ്ട്. ആളുകൾക്ക് മലയൊക്കെ കയറി പോകാൻ പറ്റാത്തവർക്ക് ആ രീതിയിലേക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ കുറേ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ടൂറിസം പോലും ഇപ്പോൾ തുമ്പർമൊഴിയിലൊക്കെ ഉണ്ടായത് തന്നെ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. ആ രീതിയിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ അവർക്ക് ഇത് വന്ന് എൻജോയ് ചെയ്യാനും അതിനോടൊപ്പം ഈ പഞ്ചായത്തുകളിലൊക്കെ ഇതേപോലെ നല്ല സ്പോട്ടുകളുണ്ട് ഓരോ സ്ഥലത്തും. ആ സ്പോട്ടുകളോട് ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സർക്യൂട്ട് ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരു ടൂറിസം സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ചാലക്കുടി പുഴ ഞങ്ങളുടെയൊക്കെ അഡ്രസ്സും ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പുഴയായിരുന്നു. ഇതൊരു ഭീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പറമ്പിക്കുളം ആളിയാർ കരാറുണ്ട്. അത് ഇപ്പോൾ 2 പ്രാവശ്യം പുതുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞാണ്. എന്തെങ്കിലും സാധ്യതകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രകൃതിയുടെ ഇപ്പോഴത്തെ മാറിയ സാധ്യത അനുസരിച്ചിട്ട് ഇത് ആളിയാർ പറമ്പിക്കുളം ആളിയാർ കരാറ് റിവൈസ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇപ്പം മാറ്റാത്തതുകൊണ്ട് നമ്മൾ ചാലക്കുടി പുഴ തീരത്തുള്ള ആളുകൾ അത് സഹിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള സാധ്യതകളിൽ ആത്മാർത്ഥമായിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അതിൻ്റെ റിവിഷൻ. പിന്നെ ഓഫ് കോഴ്സ് ഈ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെയൊക്കെ റൂൾ കർവുണ്ട്. വെള്ളം എവിടെ വെച്ച് തുറന്നു വിടണം, അതൊക്കെ ഇപ്പോൾ 419 424 അതിൻ്റെ ഹയസ്റ്റ് ലെവൽ. അത് 415 കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ മറ്റു ഡാമുകൾ തുറന്നാലും ഒരു കുഷ്യൻ കിട്ടുന്ന രീതിയിലേക്കുള്ള സാധ്യതകളൊക്കെ KCB ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ളൊരു ആത്മാർത്ഥ പ്രവർത്തനം തുടങ്ങി ഇത്തരത്തിലുള്ള ചാലക്കുടിക്കാരുടെ മെയിൻ കാര്യങ്ങളുണ്ട്. ഒത്തിരിയേറെ ഉണ്ട്. ഞാനിപ്പോൾ ഓരോന്ന് വേണ്ടി പറഞ്ഞത് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്ന 2 കാര്യം പറഞ്ഞു എന്ന് മാത്രം. തീർച്ചയായിട്ടും നാഷണൽ ഹൈവേയുടെ സാധ്യത, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിൽക്കാത്തതുകൊണ്ട് റെയിൽവേ നമുക്കൊരു ഗുണകരമാവുന്നില്ല. കുറേ ട്രെയിനുകൾ കൂടി നിർത്താനുള്ളൊരു സാധ്യത, അതൊക്കെ ആ രീതിയിൽ ചാലക്കുടിയുടെ
ഇവിടെ കലാകാരന്മാർ കലാഭവൻ മണി, ജോസ് പല്ലിശ്ശേരി തുടങ്ങി ലോഹിദാസ് തുടങ്ങി സുന്ദർദാസ് തുടങ്ങിയുള്ള വലിയ കലാകാരന്മാർ കലാതരത്തിൽ ഇപ്പോൾ നമ്മുടെ കലാഭവൻ മണിയുടെ പേരിലുള്ള സ്മാരകം പണിത് ഇവിടെ വലിയൊരു ഫോക്കുലർ അതിൻ്റെ ഒരു തലസ്ഥാനമായി ചാലക്കുടി മാറേണ്ടതാണ്. അത് എത്രയും കൊണ്ടുവന്ന് ആ ഒരു ഫോക്കുലർ ആർട്സിൻ്റെ ഒരു തലസ്ഥാനമായി ചാലക്കുടിയെ മാറ്റുക. ഫുട്ബോളിൻ്റെ ചാത്തുണ്ണി സാറിൻ്റെയും പി വി രാമകൃഷ്ണൻ്റെയൊക്കെ ഒത്തിരിയേറെ ഫുട്ബോൾ പ്ലേയേഴ്സുള്ള ഒരു സ്ഥലമാണ്. ഫുട്ബോളും മറ്റു കായിക കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് തുടങ്ങിയ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചാലക്കുടിയിൽ ഒത്തിരിയേറെ ആളുകളുണ്ട്. എല്ലാവരും ഇതിൽ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ചാലക്കുടി വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിന് LDFൻ്റെ മുന്നണിയുടെ വലിയ ഒരു സഹായം അല്ലെങ്കിൽ മൂന്നാം സർക്കാർ വരുമ്പോൾ അതിന് വലിയ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ചാലക്കുടി വളരെ നേരിയ ഭൂരിപക്ഷം 1021 വോട്ടിനാണ് തൃശ്ശൂർ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും LDF വിജയിച്ചപ്പോൾ ചാലക്കുടി മാത്രമാണ് കൈവിട്ടു പോയത്. ഇത്തവണ എത്ര ഭൂരിപക്ഷത്തോളം തിരിച്ചു പിടിക്കാമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായും ഞാൻ അങ്ങനെ ഒരു കൃത്യം അവലോകനം ചെയ്യാനൊന്നും എനിക്കൊരു സമയം കിട്ടില്ല. പെട്ടെന്നുള്ള ഒരു തീരുമാനം വന്ന് പെട്ടെന്ന് പ്രവർത്തനം തുടങ്ങി അങ്ങനെ ഒരു അവലോകനമൊന്നും ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 10-15 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് നമുക്കറിയാം വലിയ ആവേശമാണ് ജനങ്ങളാണ്. ഒരു വൻ ഭൂരിപക്ഷം ഞാൻ ആ രീതിയിലേക്കുള്ളൊരു ആവേശം ചാലക്കുടിക്കാർ കാണുന്നുണ്ട്. ചാലക്കുടിക്കാരിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും ചാലക്കുടിക്കാരിൽ നിന്നും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ടുള്ള എൻ്റെ കണക്ഷനും കാര്യങ്ങളും നമ്മുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ളതായിരിക്കണം അവർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. ഒരു മാറ്റം ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ അവരിന്ന് കാണുന്നുണ്ട്. അപ്പോൾ വിജയം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. ആയിക്കോട്ടെ, നന്ദി. NDA സഖ്യകക്ഷിയായി 2021 മത്സരിച്ചത് BDJS സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണൻ 17,301 വോട്ടുകൾ നേടി. ഇത്തവണ BDJSന് സീറ്റില്ല. പകരം 2020 മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് ചാർലി പോൾ പുതിയ രാഷ്ട്രീയ സാധ്യത NDAയിലൂടെ പരീക്ഷിക്കുകയാണ്. ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളാണ് ഇപ്പോൾ നമ്മോട് കൂടെയുള്ളത്. ചോദിക്കാം, എങ്ങനെ കാണുന്നു ഈ ചൂടിലും അദ്ദേഹം വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളം ദാഹത്തിന് വേണ്ടി കുടിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കേണ്ട വിഷയമൊന്നുമില്ല. വൻ ഭൂരിപക്ഷത്തോടെ ചാലക്കുടിയിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം 10 വർഷം മുമ്പ് BDJSൻ്റെ സ്ഥാനാർത്ഥി ശ്രീ KA ഉണ്ണികൃഷ്ണൻ ഇവിടെ മത്സരിക്കുമ്പോൾ 28,000 വോട്ടുണ്ടായിരുന്നു. 10 വർഷം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 2020 കൂടി ഇതിൻ്റെ കൂടെ ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ BJPയുടെ NDA മുന്നണിയുടെ അല്ലെങ്കിൽ BDJSും BJPയും കൂടി ചേരുമ്പോൾ 28,000 എന്നുള്ളതൊരു 35,000 ആയിട്ട് അവരുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ പിന്നെ 7,000 കൂട്ടി പറയും. 28ൻ്റെ കൂടെ 7,000 കൂടെ വർദ്ധിച്ചെന്ന് പറയുമ്പോൾ 35,000 വോട്ട് ഓൾറെഡി ഇവിടെ BJP NDA മുന്നണിക്കുണ്ട്. ഞാൻ ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ 1,06,000 വോട്ട് എനിക്ക് തനിച്ചുണ്ടായിരുന്നു. 2020 മാത്രമായിട്ട് നിൽക്കുന്നു. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ 10,600 വോട്ട് ഈ നിയോജകമണ്ഡലത്തിൽ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളന്ന് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭാരവാഹികളൊന്നുമില്ല. ഇപ്പോൾ 5 പഞ്ചായത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാ സീറ്റിലും മത്സരിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു 20,000 വോട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ 20,000 വോട്ടും BDJS BJP ഉൾപ്പെടെ NDA മുന്നണിയുടെ 35,000 കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 55,000 വോട്ടിൻ്റെ ഒരു ബേസ് വോട്ട് ചാലക്കുടിയിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മോഡി ഫാക്ടർ കൂടി ചേരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചാലക്കുടിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഈ 2020 ഒരു 15,20,000 മെമ്പർഷിപ്പുണ്ട്. ഓൺലൈൻ വഴി ആളുകൾ ചേർന്നിട്ടുള്ള മെമ്പർഷിപ്പാണ്. അപ്പോൾ അത്രയും മെമ്പർഷിപ്പൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. ഈ 15,20,000 എന്ന് പറയുന്നത് ചാലക്കുടിയിലല്ല, ഓൾ കേരള അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള മെമ്പർഷിപ്പാണ്. അവരെല്ലാം പ്രവർത്തകരുമല്ല. പക്ഷേ അവരൊരു ഇതെടുത്ത് വച്ചിരിക്കുന്നു. അവരെ നമ്മുടെ അനുഭാവികളായി കൂട്ടാം. ആ അനുഭാവികളും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 2020 സ്ഥാനാർത്ഥി എവിടെയുണ്ടോ അവർക്ക് വോട്ട് ചെയ്യുന്നവരാണ്. ആ ഒരു അനുകൂല ഘടകം കൂടി കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ചാലക്കുടിയിൽ വിജയിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കുറേ അംഗങ്ങളും കുറേ ഫിക്സഡ് മെമ്പർമാരും അതെല്ലാം വോട്ട് ആയി മാറണമെങ്കിൽ ഇത് കേരളമാണ്. രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതുണ്ട്. എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് വികസന രാഷ്ട്രീയം മാത്രമാണ്. കാരണം 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വികസന രാഷ്ട്രീയം മാത്രം കാഴ്ചവെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത പാർട്ടിയാണ്.
ഞങ്ങൾ കിഴക്കമ്പലം പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമപഞ്ചായത്തിനെടുത്ത് 450 കോടി രൂപയോളം അവിടെ മുടക്കി റോഡുകളെല്ലാം BMBC നിലവാരത്തിലാക്കി മാറ്റി മുഴുവൻ കുടുംബങ്ങൾക്കും നമ്മൾ പകുതി വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് വസ്തുക്കളെല്ലാം കൂടി നൽകി. ആ ഒരു വീടിനാവശ്യമായ എല്ലാ വസ്തുക്കളും 50% വിലക്കുറയിൽ നൽകിയ പാർട്ടിയാണ്. എല്ലാ വീടുകളുടെയും അറ്റകുറ്റപ്പണി നടത്തി കൊടുത്ത പാർട്ടിയാണ്. എല്ലാ വീടുകൾക്കും കക്കൂസ് പണിത് കൊടുത്ത പാർട്ടിയാണ്. ഇല്ലാത്തവർക്ക് ഒപ്പം തന്നെ ഞങ്ങൾ അവിടെ വീടില്ലാത്തവർക്ക് ഗോഡ്സ് ഓൺ വില്ല എന്ന് പറഞ്ഞ 1000 ഭവനങ്ങൾ പണിത് കൊടുത്തവരാണ്. റോഡുകൾ ഒരു നാട് വികസിക്കണമെങ്കിൽ റോഡ് വികസിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിലർ സൗജന്യമായി ഇട്ട് തന്നു, അല്ലാത്തവർക്ക് പണം കൊടുത്ത് സ്ഥലം വാങ്ങി റോഡുകളെല്ലാം BMBC നിലവാരത്തിൽ പണിതു. അങ്ങനെ പണിതോടുകൂടി അവിടെ ഗോഡൗണുകളുടെ പെരുമഴയാണ് നടന്നത്. എല്ലാ തലത്തിലും റോഡ് വികസിച്ചോടുകൂടി വ്യവസായങ്ങൾ വന്നു, കമ്പനികൾ വന്നു, ഫാക്ടറികൾ, അങ്ങനെ എല്ലാ തരത്തിലും നാടിൻ്റെ വികസനം ഉണ്ടായി. 80% വിലക്കുറയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. എല്ലാ വീടുകൾക്കും വേണ്ട ഫലവൃക്ഷങ്ങൾ, അങ്ങനെയുള്ള ചെടികൾ എന്തെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റ് സ്വയം തൊഴിൽ കണ്ടെത്താവുന്ന എല്ലാ സംരംഭങ്ങളും കിറ്റക്സ് കമ്പനിയുടെ നേതൃത്വത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ആടുമാടുകളോ കോഴിയോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ എല്ലാ വീടുകൾക്കും നിത്യവൃത്തിക്കുള്ള വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഞങ്ങൾ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 450 കോടി രൂപയോളം ചെലവഴിച്ച് കിഴക്കമ്പലം മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ കേരളത്തിൽ സൃഷ്ടിച്ചവരാണ്. ഈ മോഡൽ കണ്ടുകൊണ്ട് തൊട്ടടുത്ത പഞ്ചായത്തായ മഴുവന്നൂർ, അതുപോലെ തന്നെ ഐക്യനാട്, കുന്നത്തുനാട് പഞ്ചായത്തുകൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം നിന്നു. 4 പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കാനും നമുക്ക് സാധിച്ചു. ഇപ്പോഴും നമ്മൾ വീണ്ടും 4 പഞ്ചായത്തിൻ്റെ ഭരണം നമ്മൾ പിടിച്ചിരിക്കുന്നു. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നമുക്ക് ഭരിക്കാൻ വേണ്ടി 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടായി. ഇടത് വലത് മുന്നണികൾ മാത്രം വിലസിയിരുന്ന 70ഓളം വർഷം ഇടത് മുന്നണി വലത് മുന്നണിയിൽ കൈവച്ച സീറ്റുകളാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങളുടെ ആദ്യ മത്സരത്തിൽ 20ൽ 19 സീറ്റും നേടിയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. മഴുവന്നൂർ പോലുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയും മുഴുവൻ സീറ്റും പിടിച്ചു, ഈ തവണയും മുഴുവൻ സീറ്റും പിടിച്ചു. ഈ LDF മുന്നണിയിലെ 15 കക്ഷികളും UDF മുന്നണിയിലെ 13 കക്ഷികളും SDPA ഉൾപ്പെടെയുള്ള 25 കക്ഷികൾ ഒരുമിച്ച് നിന്നിട്ടും കിഴക്കമ്പലം പഞ്ചായത്ത് ഞങ്ങൾ വീണ്ടും ഭരണം പിടിച്ചു. ഇതൊരൊറ്റ കാരണമുള്ളൂ, വികസനം, ജനക്ഷേമം. അതുതന്നെയാണ് 2020 എന്ന പാർട്ടിയെ ആദ്യം വ്യത്യസ്തമാക്കുന്നത്. അതൊരിക്കലും മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഈ പറഞ്ഞ കിഴക്കമ്പലമായാലും മഴുവന്നൂരായാലും ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി മത്സരിക്കുന്നത്. ഈ ചാലക്കുടിയിൽ ഇറങ്ങി കിടന്നപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പശ്ചാത്തലം ഞാൻ പറയാം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, 25 പാർട്ടികൾ ഒരുമിച്ച് നിന്നും ഞങ്ങൾ തനിച്ച് നിൽക്കുന്നു. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ മത്സരിക്കുമ്പോൾ നമ്മളൊരു ആത്മഹത്യാപരമായിരിക്കും. അങ്ങനെ ആത്മഹത്യാപരമായൊരു നിലപാട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു അതിജീവനത്തിൻ്റെ മാർഗം തേടേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പിന്തുണ കൂടി സഹകരണം കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഏറെക്കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്ന NDA മുന്നണിയായി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി നേതൃത്വത്തിൽ കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഇന്ത്യയിൽ നടക്കുന്നൊരു വികസന വിപ്ലവമുണ്ട്. അപ്പം ഞങ്ങളുടെ സ്വപ്നം കിഴക്കമ്പലം പഞ്ചായത്ത് കുന്നത്തുനാടാണ്. ഈ വികസന സങ്കല്പം കേരളം മുഴുവൻ എത്തിക്കണമെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി തീരൂ. അതുകൊണ്ട് ഇന്ത്യയിൽ വികസനം നടക്കുന്ന NDA മുന്നണിയൊപ്പം ചേർന്ന് കേരളത്തെ മുഴുവൻ, ഇതിപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമല്ല, കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സാമൂഹ്യ സുരക്ഷ, ജനക്ഷേമം, നാടിൻ്റെ വികസനം എന്നുള്ളത് എത്തിച്ചേരണമെങ്കിൽ ഞങ്ങളൊരു മുന്നണിയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഏത് മുന്നണി ചേരണം? NDA മുന്നണിയാണെന്നുള്ളത്. അങ്ങനെയാണ് ആ വികസന രാഷ്ട്രീയത്തിൽ നമ്മൾ വരുന്നത്. ഇപ്പോൾ ചാലക്കുടിയിലെ ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നടന്ന പഞ്ചായത്ത് കൺവെൻഷനിലൊക്കെ അഭൂതപൂർവമായ ജനങ്ങളാണ്. ഇന്നലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു. ഇവിടെ റോഡ് ഷോ നടത്തി, കൊടകരയിൽ ഞങ്ങൾ റോഡ് ഷോ നടത്തി. അപ്പോൾ 100 കണക്കിന് ആളുകളാണ് ഈ വികസന രാഷ്ട്രീയത്തോടൊപ്പം ചേരുകയും ചിന്തിക്കുകയും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ചാലക്കുടിക്ക് എന്തെങ്കിലും പ്രത്യേക പ്ലാനുണ്ടോ? ചാലക്കുടിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ 2 ആഴ്ചയായി ചാലക്കുടിയിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അതിരപ്പള്ളി, പരിയാരം, കോടശ്ശേരി പോലുള്ള പഞ്ചായത്തുകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുകയാണ്. ആന മാത്രമല്ല, പുലി, അതുപോലെ തന്നെ മലയണ്ണാൻ ഉൾപ്പെടെ ഒരുപാട് വന്യജീവികൾ നാട്ടിലിറങ്ങി ജീവനും സ്വത്തിനും അപകടം സൃഷ്ടിക്കുക. ഒട്ടേറെ മരണങ്ങൾ ഇതും നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ, ഒരു സർക്കാരിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രധാനവുമായ ദൗത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ്. അതിനകത്ത് ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ട ആളുകളോട് പറഞ്ഞു, അപ്പോൾ NDA മുന്നണിയുടെ ഭാഗമായിട്ടാണ് 2020 മത്സരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും
കേന്ദ്ര സർക്കാർ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ കർമ്മ പദ്ധതിയുണ്ട്. ആ കർമ്മ പദ്ധതികൾ വച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ വന്യജീവിയിൽ നിന്ന് വന്യജീവി അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി നമ്മൾ നടപ്പിലാക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെ മധുര കോഡ്സ്, ലെപ്രസി ഹോസ്പിറ്റലിൻ്റെ ഏരിയ, അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള 242 ഏക്കർ സ്ഥലം ഇവിടെ അനാഥമായി തന്നെ കിടപ്പുണ്ട്. അത് എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ മറ്റേത് പദ്ധതികളാണ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. ആ തരത്തിലുള്ള പോരാട്ടങ്ങളുമായി ചാലക്കുടിയുടെ ഒന്നുകൂടിയുണ്ട്, ഒരു ടൂറിസ്റ്റ് ഏരിയ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ചാലക്കുടി എന്ന് പറയുന്നത്. അതിരപ്പള്ളി, വാഴച്ചാൽ പോലുള്ള പ്രദേശം. അപ്പോൾ ആ ടൂറിസ്റ്റിൻ്റെ അനന്ത സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ ചാലക്കുടിയെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യസാധ്യമായ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന പ്രക്രിയയുമായി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരുന്നു. പുതിയ പരീക്ഷണമാണ്, പുതിയ മുന്നണി സംവിധാനമാണ്. എല്ലാ ഭാവങ്ങളും വിജയിച്ചു വരട്ടെ. ചാലക്കുടി നഗരസഭയും ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി, കാടുകുറ്റി, കൊടകര, കോടശ്ശേരി, കൊരട്ടി, മേലൂർ, പരിയാരം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് നിയമസഭാ മണ്ഡലം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി വരുമാനം മണ്ഡലത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിൽ നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറി കൃഷികൾ സജീവം. ബാങ്കിംഗ്, റീറ്റെയിൽ വ്യാപാരം, ഹോട്ടൽ മേഖല എന്നിവ ഇവിടെ ശക്തമാണ്. കൊരട്ടി കിൻഫ്ര പാർക്ക് പോലുള്ള വ്യവസായ കേന്ദ്രങ്ങളുമുണ്ട്. അതിരപ്പള്ളി, വാഴച്ചാൽ, ചാർപ്പ വെള്ളച്ചാട്ടങ്ങൾ, ഷോളയാർ വനയാത്ര, തുമ്പൂർമുഴി ഡാം ആൻഡ് ബട്ടർഫ്ലൈ ഗാർഡൻ, വെറ്റിലപ്പാറ വ്യൂ പോയിൻ്റ് എന്നിവ ചാലക്കുടിയെ ടൂറിസം കേന്ദ്രവും ആക്കുന്നു. ചാലക്കുടിയുടെ കാർഷിക മേഖല നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഒപ്പം തന്നെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷവും. വരുന്ന ജനപ്രതിനിധി ആരായിരുന്നാലും അവരെ കാത്തിരിക്കുന്ന വെല്ലുവിളികളും ചെറുതല്ല. മറ്റൊരു നിയോജകമണ്ഡലമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദുഃഖവെള്ളി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പീഡാനുഭവ ചരിത്രവായന, കയ്പുനീരു രുചിക്കൽ, കുരിശു ചായ്ക്കൽ, പരിഹാര പ്രദക്ഷിണം എന്നിവ നടന്നു. കുരിശുമരണത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി കുരിശിൻ്റെ വഴി പ്രദക്ഷിണം, കുരിശാരാധന, പ്രത്യേക തിരുക്കർമ്മങ്ങൾ എന്നിവയും ദേവാലയങ്ങളിൽ നടന്നു. യേശു മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം പീലാത്തോസിൻ്റെ ഭവനത്തിൽ നിന്നും ഗാഗുൽത്ത മലമുകളിലേക്ക് കുരിശു വഹിച്ചുകൊണ്ട് നടത്തിയ പീഡാനുഭവ യാത്രയാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മ പുതുക്കി കോട്ടപ്പുറം സെൻറ് മൈക്കിൾസ് കത്തീഡ്രലിലെ രാവിലെ കുരിശിൻ്റെ വഴി നടന്നു. വൈകിട്ട് 5:30 പീഡാനുഭവ വായന, രാത്രി കബറടക്കം എന്നീ ചടങ്ങുകൾ നടന്നു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അഗസ്റ്റിൻ പംപ്ലാനി വചനപ്രഘോഷണം നടത്തി. കത്തീഡ്രൽ വികാരി ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി കുന്നത്തൂർ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. പീഡാനുഭവ ചരിത്രവായന, വചനപ്രഘോഷണം, കയ്പുനീരു രുചിക്കൽ, കുരിശു ചായ്ക്കൽ, പരിഹാര പ്രദക്ഷിണം എന്നിവ നടന്നു. ഇടവക വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ തോമസ് ചാക്കോള, ഷാജി വടക്കൻ, ബേസിൽ പടയാട്ടി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ അന്തേവാസി മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സ്ഥാപനത്തിലെ കെയർ ടേക്കറായ തിരുവനന്തപുരം വെട്ടുതറ പുതുവേൽ പുത്തൻ വീട്ടിൽ 24 വയസ്സുള്ള മഹേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി കോട്ടാറ്റ് ജംഗ്ഷന് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കോട്ടാറ്റ് സ്വദേശി പതിയാപ്പറമ്പിൽ 71 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. പൊയ്യയിൽ നിന്നും അന്നമനട വരെ സൈക്കിൾ ചവിട്ടി ചാണ്ടി ഉമ്മൻ റോഡ് ഷോ. കൊടുങ്ങല്ലൂർ MLA ആയി പുതിയ കുട്ടി വന്നിട്ടുണ്ട്. പേര് മാറ്റി ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.